അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാവുന്ന ഏതൊരു തരത്തിലുള്ള കരാർ ലംഘനങ്ങൾക്കുമെതിരെ അതീവ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കായ ഇറാനുമായി ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ധാരണാപത്രങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര കരാറുകളുടെയോ ഭാഗമായി അമേരിക്കൻ ഭരണകൂടം നിയമപരവും ധാർമ്മികവുമായ പ്രതിജ്ഞാബദ്ധതകളിൽ നിന്ന് അവർക്കിനി ഒളിച്ചോടാൻ കഴിയില്ലെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ലോകശക്തികളുമായി കരാറുകളിൽ ഒപ്പുവെച്ച ശേഷം സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറുന്ന അമേരിക്കയുടെ പതിവ് തന്ത്രങ്ങളും വഞ്ചനാപരമായ നയങ്ങളും ഇനി ഇറാനോട് വിലപ്പോവില്ലെന്ന കടുത്ത സന്ദേശമാണ് ഗാലിബാഫ് ഈ പ്രസ്താവനയിലൂടെ പാശ്ചാത്യ ലോകത്തിന് നൽകുന്നത്. അമേരിക്കയുടെ ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ അത് സഹിക്കില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇറാന്റെ പരമാധികാരത്തെയും രാജ്യത്തിന്റെ തന്ത്രപരമായ താൽപര്യങ്ങളെയും പൂർണ്ണമായി മാനിക്കാൻ അമേരിക്കൻ ഭരണകൂടം നിർബന്ധിതരാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ജൂൺ 12-ന് അദ്ദേഹം തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച സുപ്രധാനമായ കുറിപ്പ്. ഒരിക്കൽ ഒപ്പുവെച്ചുണ്ടാക്കിയ പ്രതിജ്ഞകൾ പൂർണ്ണമായും പാലിക്കപ്പെടേണ്ട പ്രതിജ്ഞകൾ തന്നെയായിരിക്കണമെന്നും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ വീഴ്ചകളോ ഭാവിയിൽ ഉണ്ടായാൽ അതിന് ന്യായീകരണമായി വെറും ഒഴിവുകഴിവുകൾ പറയുന്നതിൽ യാതൊരുവിധ കാര്യവുമില്ലെന്നും ഗാലിബാഫ് തന്റെ കുറിപ്പിലൂടെ കണിശമായി വ്യക്തമാക്കി. തങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നത് ഒരു സ്ഥിരം ശീലമാക്കി മാറ്റിയിട്ടുള്ള പാശ്ചാത്യ ശക്തികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക്, അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ തങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇനി അത്ര എളുപ്പത്തിൽ പിൻവാങ്ങാൻ കഴിയില്ലെന്ന ഇറാന്റെ ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നയപരമായ നിലപാടാണ് പാർലമെന്റ് സ്പീക്കറുടെ വാക്കുകളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നത്. വരാനിരിക്കുന്ന പുതിയ നയതന്ത്ര നീക്കങ്ങളിലും ചർച്ചകളിലും അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റ് സമ്മർദ്ദ തന്ത്രങ്ങളോ വഴികളോ ബാക്കിയില്ലെന്ന് ഇറാൻ പരസ്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വരാനിരിക്കുന്ന അടുത്ത കരാറിന് മറ്റ് മാർഗങ്ങളോ ബദലുകളോ ഇല്ലെന്നും നിങ്ങൾ ഭൂമിയിൽ വിതയ്ക്കുന്നത് എന്താണോ അത് തന്നെയായിരിക്കും ഭാവിയിൽ കൊയ്യേണ്ടി വരികയെന്നും ഗാലിബാഫ് പറയുന്നുണ്ട്. ഇറാനെ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും സൈനിക ഭീഷണികളിലൂടെയും നിരന്തരം സമ്മർദ്ദത്തിലാക്കാമെന്നും തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാമെന്നും ഇപ്പോഴും വിചാരിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിനുള്ള ഒട്ടും മയമില്ലാത്ത നയതന്ത്രപരമായ താക്കീതാണിത്. ഇറാനോട് കാണിക്കുന്ന ഏതൊരു അനീതിക്കും വഞ്ചനയ്ക്കും അതേ നാണയത്തിൽ തന്നെ ശക്തമായി തിരിച്ചടി ലഭിക്കുമെന്ന മുന്നറിയിപ്പിലൂടെ തങ്ങളുടെ പ്രതിരോധ ശേഷിയിലുള്ള വിശ്വാസമാണ് ഇറാൻ പ്രകടിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരന്തരമായ ഭീഷണികൾക്ക് മുന്നിൽ ഇറാന്റെ പോരാട്ട വീര്യം ഒട്ടും പതറില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പീക്കർ ഗാലിബാഫ് നടത്തിയ രാഷ്ട്രീയ പ്രസ്താവനകൾ. ഇറാൻ മുൻകാലങ്ങളിൽ സ്വീകരിച്ച കടുത്ത പ്രതികാര നടപടികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള അതിശക്തനായ ഒരു ഭരണാധികാരിയെ പോലും എങ്ങനെയാണ് അമ്പരപ്പിച്ചതെന്നും ലോകത്തിനു മുന്നിൽ നാണം കെടുത്തിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക സൈനിക യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിനെ ഇറാന്റെ ശക്തമായ പ്രതിരോധവും അപ്രതീക്ഷിതമായ തിരിച്ചടിയുമാണ് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ളത്. സൂപ്പർ പവർ എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു ഇറാന്റെ ഈ പ്രതിരോധ വീര്യം. ഇറാനെതിരെ പുതിയൊരു സൈനിക ആക്രമണം ആരംഭിക്കുന്നതിനെതിരെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഊർജ്ജ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് നീങ്ങുന്നതിനെതിരെയോ ഗാലിബാഫ് അമേരിക്കയ്ക്ക് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ പവിത്രമായ മണ്ണിലെ എണ്ണപ്പാടങ്ങൾക്കോ മറ്റ് തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്കോ നേരെ അമേരിക്കയോ അവരുടെ സഖ്യകക്ഷികളോ കയ്യോങ്ങിയാൽ അത് അമേരിക്കയുടെ പതനത്തിന് തന്നെ കാരണമാകുന്ന രീതിയിലുള്ള കനത്ത തിരിച്ചടിയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. സ്വന്തം രാജ്യത്തെയും ജനങ്ങളെയും ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് എല്ലാവിധ ആധുനിക സൈനിക സജ്ജീകരണങ്ങളും അത്യാധുനിക മിസൈൽ കരുത്തുമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ ആത്മവിശ്വാസം ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പാശ്ചാത്യ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്ന സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.